കേസിലെ ഹൈക്കോടതി സ്റ്റേ ആശ്വാസവിധിയായി CPM പ്രചരിപ്പിക്കുന്നുവെന്ന് AP അനിൽകുമാർ. കോടതിയുടേത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നും അനിൽകുമാർ കാഞ്ഞങ്ങാട്ട് പറഞ്ഞു. PV അൻവറിന്റെ UDF പ്രവേശനം പാർട്ടി ആലോചിച്ച വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നും അനിൽകുമാർ കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ പെരിയ കേസിലെ 4 പ്രതികൾക്ക് ഹൈക്കോടതി CBI കോടതി നൽകിയ ശിക്ഷാവിധി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി അത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസ വിധിയാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത്. ഇത് സ്വാഭാവിക നടപടിക്രമങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ചെയ്യുന്ന കാര്യമാണ്. അത് തീർത്തും നിർഭാഗ്യകരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതുകൊണ്ട് പ്രതികൾ പൂർണ്ണമായി കുറ്റവിമുക്തരായി എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തി ഇതിനെ വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ ആഘോഷപൂർവ്വമാക്കി മാറ്റി പ്രതികൾ കുറ്റക്കാരല്ല എന്ന് വരുത്താനുള്ള ശ്രമം CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ ഒരു വിധി കൊണ്ട് പ്രതികൾ അവരുടെ കുറ്റപത്രത്തിൽ നിന്ന് 1% പോലും ചെയ്ത കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. അപ്പോൾ അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ ഭാവി കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇക്കാര്യത്തിൽ 4 പ്രതികൾക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്റ്റേ ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇതൊരാശ്വാസ വിധിയല്ല. PV അൻവറിൻ്റെ കാര്യത്തിൽ PV അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ല. PV അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കേണ്ട എന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പാർട്ടിയിലേക്ക് കോൺഗ്രസിലേക്ക് എടുക്കണമെങ്കിൽ സ്വാഭാവികമായി ലീഡർഷിപ്പ് അത് ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷമായിരിക്കും അത്തരമൊരു തീരുമാനം എടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുക. ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ലീഗ് പറയുന്നു. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. കോൺഗ്രസിനകത്ത് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല. അത് നേതൃതലത്തിൽ നടക്കേണ്ട ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചർച്ചകൾ നടക്കണം. ആ നടന്നതിന് ശേഷം അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. എന്തായാലും ഈ നിമിഷം വരെ പാർട്ടിയിലേക്ക് എടുക്കാനും തീരുമാനിച്ചിട്ടില്ല, എടുക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് പരിശോധന ശേഷമല്ലേ പറയാൻ പറ്റൂ. ചർച്ച ചെയ്തതിന് ശേഷമല്ലേ ഒരു കാര്യം പറയാൻ പറ്റൂ. ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത്തരം ഒരു കാര്യം പറയാൻ പറ്റൂ. സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് PV അൻവർ. അതുപോലെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ആളാണ് PV അൻവർ, MLA ആയത് മുതൽ ഇങ്ങോട്ട്. അപ്പോൾ സ്വാഭാവികമായി അവിടുത്തെ പ്രാദേശികമായ കമ്മിറ്റികൾ നിരന്തരം CPM MLA എന്നുള്ളത് കൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ട്. ആ വിയോജിപ്പ് അവർ പ്രകടിപ്പിക്കുക ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുമല്ലോ, അത് പ്രകടിപ്പിച്ചതായിരിക്കാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത്തരം കാര്യങ്ങൾ സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് എടുത്തപ്പോൾ അത് എല്ലാ തലത്തിലും പാർട്ടിയുടെ നേതൃത്വം ആലോചിച്ച് AICC തലത്തിലുള്ള കേരളത്തിലെ നേതാക്കൾ ഉൾപ്പെടെ ആലോചിച്ചതിന് ശേഷമാണ് സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിലുള്ള ഒരു പ്രക്രിയ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. KPC തലത്തിലുള്ള നേതാക്കളും നമുക്കറിയാം, കേരളത്തിൻ്റെ സാഹചര്യത്തിൽ AICCയിലുള്ള നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. അവരുമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അവസാന തീരുമാനം എടുക്കുക. അതുവരെ ഇതിനകത്ത് നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങൾക്കപ്പുറത്ത് എന്തെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല.